ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ഈ പ്രഭാത വേളയില് ദീർത്തും ചാർത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിലായിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ച് അറിയുവാനായിട്ടുള്ളത് വേർതിരിച്ചു എന്നുള്ള ഭാഗത്തെ ആസ്പദമാക്കിയാണ്. ഇതിന്റെ മനപ്പാഠവാക്യം നമുക്ക് തന്നിരിക്കുന്നത്, അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. റോമർ 1:7. ഇവിടെ ഒരു വലിയ ചരിത്രം രേഖപ്പെടുത്തുന്നതായി കാണുവാൻ സാധിക്കും. ഹെർ മജസ്റ്റി ദ ക്വീൻ, ഹിസ് റോയൽ ഹൈനസ് ദ ഡ്യൂക്ക് ഓഫ് എഡിൻബർഗ്, അല്ലെങ്കിൽ ഹിസ് റോയൽ ഹൈനസ് ദി പ്രിൻസ് ഓഫ് വെയിൽസ് എന്നിവരുടെ വീടുകളിലേക്ക് സാധനങ്ങളോ സേവനങ്ങളോ വിതരണം ചെയ്യുന്ന വ്യാപാരികൾക്ക് അംഗീകാരത്തിന്റെ അടയാളമായി രാജകീയ നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നു. 800-ലധികം വ്യക്തികൾക്കും കമ്പനികൾക്കുമാണ് ഇത് ലഭിച്ചിരുന്നത്. ഇവരാകട്ടെ ഈ കൊതിപ്പിക്കുന്ന അംഗീകാരം പരസ്യപ്പെടുത്തി. ദൈവം തന്റെ ജനത്തെ വിശുദ്ധരായിരിക്കാൻ വിളിച്ചിരിക്കുന്നു. അതിനർത്ഥം അവർ വിശുദ്ധർ എന്നാണ്. ഇത് പുതിയ നിയമത്തിൽ ഉടനീളം കാണപ്പെടുന്ന ഒരു അംഗീകാരത്തിന്റെ അടയാളമാണ്. എന്നാൽ ലോകം വ്യക്തികളെ ബഹുമാനിക്കുന്ന വിധത്തിലല്ല വിശുദ്ധൻ എന്ന വാക്ക് ഗ്രീക്ക് പദമായ ഹാഗിയോസിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം പൊതുവായതിൽ നിന്ന് ഒരു വിശുദ്ധ ലോകത്തിലേക്ക് വേർതിരിക്കുന്നു എന്നാണ്. വിശുദ്ധരെ ഒരു വിശുദ്ധ ലക്ഷ്യത്തിനായി ദൈവം വേർതിരിക്കുന്നു. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2:10. വിശുദ്ധന്മാർക്കുള്ള അതേ മൂലപദത്തിൽ നിന്നാണ് വിശുദ്ധീകരണം, ഹാഗിയോസ്മോസ് എന്ന വാക്ക് വരുന്നത്. അതിനർത്ഥം വിശുദ്ധരാകുക എന്ന. യഥാർത്ഥ മാനസാന്തരവും നീതീകരണവും വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു എന്ന പൗലൂസ് വിശദീകരിക്കുന്നു. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. തീത്തോസ് 3:5. നീതീകരണവും വിശുദ്ധീകരണവും രക്ഷയുടെ 2 ഘട്ടങ്ങളാണ്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ് നീതീകരണം. അതേസമയം വിശുദ്ധീകരണം ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നതാണ്. ഒരു ക്രിസ്തീയ എഴുത്തുകാരൻ വിശുദ്ധീകരണത്തെ ഇങ്ങനെ സംഗ്രഹിച്ചു: നാം ന്യായീകരിക്കപ്പെടേണ്ട നീതി നമ്മിൽ കണക്കിടുകയാണ്. നാം വിശുദ്ധീകരിക്കപ്പെടുന്ന നീതി പകർന്നു നൽകുകയുമാണ് ചെയ്യുന്നത്. ആദ്യത്തേത് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പദവിയാണ്. രണ്ടാമത്തേത് സ്വർഗത്തിനായുള്ള നമ്മുടെ യോഗ്യതയാണ്. യുവജനങ്ങൾക്കുള്ള സന്ദേശങ്ങൾ, പേജ് 35. രണ്ടും ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് വിശ്വാസത്താൽ വരുന്നു, ഒരിക്കലും നമ്മുടെ സ്വന്തം പ്രവർത്തികളിൽ നിന്നല്ല. ഇത് പ്രയോഗത്തിൽ വരുത്തുക. നിങ്ങളുടെ വീട്ടിൽ പ്രത്യേക അവസരങ്ങൾക്കായി മാത്രം വേർതിരിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക ഇനങ്ങൾ, വിഭവങ്ങൾ പോലുള്ളവ ഉണ്ടോ? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാർക്കായി യേശു വേഗം വരാൻ പോവുകയാണ്. ആസന്നമായ നാളുകൾക്കുള്ളിൽ യേശു വരുമെന്നുള്ള വസ്തുത ലോകമാസകലമുള്ള സകല മനുഷ്യരും അറിയുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ലോകമാസകലമുള്ള സകല മനുഷ്യരും അറിയുന്ന ഈ പരമപ്രധാനമായ വസ്തുതയെ കണക്കാക്കിക്കൊണ്ട്, അത് ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിനായി നമ്മെ സ്വയം ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് പ്രഭാതവേളയില് ഈ ശബ്ദപരിധിയെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയും കർത്താവ് വരാൻ പോകുന്നത് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാണ്. അതെ, ആദ്യം കർത്താവ് വന്നത്
പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് വീണ്ടെടുക്കുവാനാണെങ്കിൽ രണ്ടാമത് കർത്താവ് വരുന്നത് വിശുദ്ധന്മാരെ ദൈവരാജ്യത്തിങ്കിൽ എത്തിക്കുക എന്നുള്ളതായ ദൗത്യം പൂർത്തീകരിക്കുവാനാണ്. ഇന്ന് പ്രഭാതവേളയിലോ ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിച്ച മാന്യരായ ദൈവമക്കളെ, രാജകീയ നിയമത്തിന്റെ ആധികാരികതയെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നൽകിയതായ സതുപദേശങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവം നൽകിയതായ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധിയുടെ ജീവിതം നയിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നമ്മെ സ്വയം സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ അത്യന്താപേക്ഷിതമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആയതുകൊണ്ട് ഈ പ്രഭാതവേളയില് ഞങ്ങളെ ഈ ശബ്ദപരിധിയിൽ ശ്രമിക്കുന്ന പ്രിയ ദൈവമക്കളോട് ഒരു കാര്യം ഓർപ്പിക്കാം. നീതീകരണം പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. Sanctification is an essential matter for each and every one of God. ദൈവത്തിലായിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഈ ശുദ്ധീകരണം പ്രാപിക്കുവാൻ നമ്മെ സ്വയം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ദൈവത്തിനായി നമുക്ക് ജീവിക്കാം. ദൈവത്തിനായി നമ്മെ വേർതിരിക്കാം. അതെ, ഈ ലോകത്തിൻ്റെതായ സാഹചര്യങ്ങളുടെ പിന്നാലെ പോകുവാനല്ല, ഈ ലോകത്തിന്റെ ആഡംബരങ്ങളുടെ പിന്നാലെ പോകുവാനല്ല, ഈ ലോകത്തിന്റെ നേട്ടങ്ങളുടെ പിന്നാലെ പോകുവാനല്ല, പ്രത്യുത ദൈവത്തിനു വേണ്ടി വിശുദ്ധനായി ജീവിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് സ്വയം പറഞ്ഞ് നമുക്കതിനായി ഒരുങ്ങാം. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ദൈവശബ്ദം കേൾക്കാം, ദൈവത്തെ അനുസരിക്കാം, ദൈവത്തിന്റെ പാദങ്ങളിൽ നടക്കാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ചതായ ഈ ചെറിയ ആലോചന, വേർതിരിച്ചു എന്നുള്ള ചെറിയ ആലോചന ഞാൻ സഹൃദയ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും വേഗം വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അങ്ങനെ രോഗത്തിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. വിവിധങ്ങളായ പ്രതിസന്ധികളിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ പ്രഭാതം അവിടുത്തെ കരങ്ങളിലേക്ക് അടിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. രോഗാവസ്ഥകളിലായിരിക്കുന്നവരുണ്ട്, ദുഃഖങ്ങളിലായിരിക്കുന്നവരുണ്ട്, പ്രയാസങ്ങളിലായിരിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരും അവിടുന്ന് തൃക്കൺ തുറന്ന് മനസ്സലിഞ്ഞ് കടാക്ഷിച്ച് അവരുടെ കാലങ്ങളിലെ അവരുടെ കാലഘട്ടങ്ങളിൽ അവർക്ക് നല്ല കാലങ്ങളും ദിവസങ്ങളും നൽകി അവിടുന്ന് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് ഏറ്റവും താഴ്മേടികൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചന കേൾക്കുമാറാകണമേ. ആമേൻ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാർത്തുമായി ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.